ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. മക്കൾസ് പഠിക്കുന്ന മദ്രസയിലെ ഉസ്താദ്മാരുടെ ചിലവാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് എന്നും എണീക്കുന്നതിലേറെ ഒന്നും കൂടെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ലിയമോൾ എണീക്കുമ്പോഴേക്കും കടികളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റത്. പക്ഷെ അടുക്കളയിലെത്തി പണികൾ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും അവൾ ഒരു 6:30 ആകുമ്പോൾ അവൾ എണീക്കാറുണ്ട്. പക്ഷേ ഞാനൊന്ന് കുറച്ച് നേരം അവളുടെ അടുത്ത് കിടന്നാൽ അവൾ ഉറങ്ങാറുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, എത്ര കിടന്നിട്ടും അവളത് ഉറങ്ങുന്നില്ല. ലാസ്റ്റ് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. ഉമ്മാനോട് ഒന്ന് ഉറക്കാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലോട്ട് വേഗം പോന്നു. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം കഴുകി കുക്കറിലേക്ക് ഇട്ടു. അതാണ് ഇന്ന് കറി വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇന്ന് ദോശയാണ്. ലിയക്കുട്ടി ഉണ്ടായതിന് ശേഷം ചിലവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം ദോശയോ അല്ലെങ്കിൽ ഇഡലിയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ചപ്പാത്തി പത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലിയക്കുട്ടി അയക്കൂലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കും. അതാവുമ്പം അവൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവൾ എടുത്തിട്ടായാലും നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ കടലയൊക്കെ പെട്ടെന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കീറി ഇട്ട് കൊടുക്കണം. അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കിച്ചണിലേക്ക് വന്ന ഉടനെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരടുപ്പിൽ ചോറിനുള്ള വെള്ളം വെക്കുമ്പോൾ മറ്റേ അടുപ്പിൽ കടി ഉണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കും. കറിക്കും ചായയൊക്കെ ഞാൻ സ്റ്റൗവിലും വെക്കും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്നുണ്ട്. നമ്മൾ കടി ഉണ്ടാക്കുന്ന ഇടയിൽ കറിയൊക്കെ എന്തായൊക്കെ നോക്കാം. ഒരു പണി എടുക്കുമ്പോൾ തന്നെ മറ്റുള്ള പണികളും അതിൻ്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോ. നമ്മുടെ ചോറ് കറി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം രാവിലെ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ മക്കൾസൊക്കെ ഉള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കൾസൊക്കെ ഉള്ളവരാണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്ക് എടുക്കാവുന്നതുള്ളൂ. ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മറ്റടുപ്പിൽ ഞാൻ അങ്ങനെ തീയൊക്കെ മൂട്ടിയിട്ടുണ്ട്. അപ്പച്ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഓരോ ദോശ ഇങ്ങനെ ഒഴിച്ച് ചുട്ടെടുക്കണം. ദോശമാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ലിച്ചൂസ് മദ്രസയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലിച്ചൂസിന് 6:30-ക്കാണ്, ലുലുവിന് 7:00-ക്കുമാണ് കേട്ടോ. അവളെ ചെറിയ കൊണ്ടാക്കും 7:00 ആകുമ്പോൾ. ലിച്ചൂസ് സൈക്കിളിലും പോവും. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ലിയമോള് ഉണർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവളെ ഉമ്മ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ഉറക്കിയിട്ട് ബെഡിലൊക്കെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പണികളൊക്കെ സമാധാനത്തിൽ അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ ഒരു 7:00 ആയപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മദ്രസയിലുള്ള മക്കൾസ് വന്നാൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടാം. അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടതിന് ശേഷം ഞാൻ സമാധാനത്തിൽ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ദോശയും കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചു. ലുലു മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവൾക്കും കൊടുത്തു. അതിനുശേഷം അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലിച്ചൂസ് അവൾ ഒറ്റക്ക് ഒരുങ്ങും, മുടിയൊക്കെ കെട്ടും. ഇവളെ ഞാൻ ഒരുക്കി കൊടുക്കണം. 9:20 ആകുമ്പോഴേക്കും ലുലുമോളെ ബസ് വരും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. 8:45-നാണ് അവൾ മദ്രസ വിട്ട് വരിക. അങ്ങനെ അവളെ ഒരുക്കിയിട്ടുണ്ട്. അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലിച്ചൂസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഇനി പതുക്കെ പോകുള്ളൂ. അവൾ ലൈൻ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ ലിച്ചൂസും ഒരുങ്ങിയിട്ടുണ്ട്. അവൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. എൻ്റെ മുറ്റടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മുറ്റത്തേക്കൊന്നും ആരും നോക്കണ്ട, വൃത്തിയില്ലാതെ കിടക്കുകയാണ്. ലിച്ചൂസ് പോകുമ്പോൾ ലിയക്കുട്ടി എന്നും അവളുടെ ഒക്കത്ത് കയറും കേട്ടോ. അവളെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എന്നും ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് നടന്നിട്ട് അവൾ അവിടെ വെച്ചിട്ട് പോകലാണ്. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. മക്കൾസൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പതുക്കെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കും. ലിയക്കുട്ടി അയക്കുന്നതിനനുസരിച്ച്, സമ്മതിക്കുന്നതിനനുസരിച്ച്.
ചെറിയ പണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ചെറിക്ക് പനി ആയതുകൊണ്ട് പോയിട്ടില്ല. പനിയൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഒരാഴ്ചയായി ഇപ്പോൾ പണിക്കൊക്കെ പോയിട്ട് ശരിക്കിനൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെ ലിയക്കുട്ടീനെ നോക്കാനൊന്നും ആളായിട്ടുണ്ട് കേട്ടോ. ചെറിയ നോക്കുകയാണെങ്കിൽ അതിനിടയിൽ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം. അങ്ങനെ ഞാൻ മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമൊക്കെ ആദ്യം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കിച്ചണിൻ്റെ ഒക്കെ സൈഡാണ് ഈ കാണുന്നത്. അതാണ് ലാസ്റ്റ് അടിച്ചു വാരാറ്. അങ്ങനെ അത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും റബ്ബറായതുകൊണ്ട് നല്ലതുപോലെ ചമ്മലുണ്ടാകും കേട്ടോ. എന്നും ഉണ്ടാകും. അടിച്ചു വാരി കുറച്ച് കഴിഞ്ഞാൽ തന്നെ മുറ്റം നന്നായിട്ട് പരന്നെടുക്കും കേട്ടോ. ഞാൻ അടിച്ചു വാരുന്ന ഈ ടൈമിലൊക്കെ ചെറിയ ലിയക്കുട്ടീനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒറ്റക്കാണെങ്കിൽ എല്ലാത്തിനും എൻ്റെ ബേക്കിലുണ്ടാവും കേട്ടോ ആള്. മുറ്റടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിച്ചണൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണ് മാത്രം പെട്ടെന്നൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചെറുക്കുന്ന പണിയില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അതിനുള്ള പണിയിലാണ്. ഇന്ന് മുരിങ്ങ താളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബീഫിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. തലേന്നത്തെ ബാക്കിയാണ് കേട്ടോ. അതൊന്ന് ഉച്ചക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കുള്ള കറി എന്ന് പറയുന്നത് മുരിങ്ങത്താളിപ്പും ബീഫും പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലത്തെ കിച്ചണിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്